ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോൺ പേ ആപ്പിലൂടെ മൊബൈൽ റീചാർജ് എങ്ങനെ ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒട്ടനവധി ആളുകൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഇതറിയാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ടാണ് ഈ ഒരു ഇൻഫോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെയുള്ള ഏത് UPI ആപ്പ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് മൊബൈൽ റീചാർജുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ എനേബിൾ ചെയ്യുന്നതിന് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം, അതുപോലെ ഡെബിറ്റ് കാർഡ് വേണം, പിന്നെ നമ്മുടെ കൈവശം ഒരു സ്മാർട്ട് ഫോണും വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം നിങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പുകളിൽ നിന്ന് ഏത് ആപ്പ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മൊബൈൽ റീചാർജ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക എന്നത് ലളിതമായ സ്റ്റെപ്പിലൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു UPI ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നത് ഫോൺ പേ ആപ്പിലൂടെയുള്ള ആ ഒരു റീചാർജ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിവിടെ ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്ന ഫസ്റ്റ് വിൻഡോയിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ റീചാർജ് ആൻഡ് പേ ബിൽസ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് മൊബൈൽ റീചാർജ് എന്ന് കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇതിന് മുമ്പ് റീചാർജ് ചെയ്ത നമ്പറുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ബൈ നമ്പർ ഓർ നെയിം എന്നുള്ള ഒരു ബോക്സ് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാം ഫോണിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ കുടുംബക്കാരുടെയും എല്ലാം നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കോൺടാക്ട് നമ്പർ ഇതേപോലെ സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്താലും നമ്പർ ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് സേവ് ചെയ്യാത്ത ഒരു നമ്പറാണ് റീചാർജ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ പോയിട്ട് ഇതേപോലെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്പർ റോങ് ആയിട്ട് എൻ്റർ ചെയ്ത് റീചാർജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് റിട്ടേൺ വരുന്നതല്ല. ആ റീചാർജ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർക്കാണ് നമ്മൾ റീചാർജ് ചെയ്ത് പോയത് അവരെ ബന്ധപ്പെട്ട് അവരോട് പൈസ ആവശ്യപ്പെടാം. അവർ തന്നാലായി. അപ്പോൾ നമ്മളിവിടെ ഒരു നമ്പർ ഇതേപോലെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ നമ്പർ ഇതേപോലെ സെലക്ട് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റും, നമുക്ക് ഈ ഒരു ഓപ്പറേറ്ററുടെ ഡീറ്റെയിൽ കാണാം. അവരുടെ നമ്പറിനും പേരിനും താഴെയായിട്ട് ഇതിപ്പോൾ ഒരു VI പ്രീപെയ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഓപ്പറേറ്റർ ഇതേപോലെ ഫെച്ച് ആയിട്ട് വരും. ഇത് വളരെ എളുപ്പമാക്കും നമ്മുടെ റീചാർജിങ്. പക്ഷേ പല ആളുകളും നമ്പർ പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറും ഇത് ജിയോ നമ്പറാണ്. പക്ഷേ ഇത് VIയിൽ നിന്നും പിന്നെ ജിയോയിലേക്ക് പോർട്ട് ചെയ്ത നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റീചാർജ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഓപ്പറേറ്ററെ മാറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എല്ലാ ഓപ്പറേറ്റേഴ്സും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ജിയോ ആണ്. കാരണം ഈ ഒരു സിം ഇപ്പോൾ ജിയോയിലാണുള്ളത്. ജിയോ സെലക്ട് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. അതായത് ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള റീചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് കേരള സെലക്ട് ചെയ്യുക. ഇതോടുകൂടി കേരള സർക്കിളിൽ ജിയോ നൽകുന്ന എല്ലാ റീചാർജിൻ്റെയും ഓഫേഴ്സ് ഇതേപോലെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള റീചാർജാണ് ഇപ്പോൾ കാണിക്കുന്നത്. 2599 രൂപയുടെ റീചാർജിന് നമുക്ക് 2 GB പെർ ഡേ കിട്ടും. പിന്നെ 10 GB എക്സ്ട്രാ ഉണ്ട്. പിന്നെ 365 ഡേ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ഇതേപോലെ നമുക്ക് ഈ ഒരു റീചാർജുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് എത്രയൊക്കെയാണ് റീചാർജ്, അല്ലെങ്കിൽ അതിൽ എത്രയാണ് കോൾസ്, എത്രയാണ് വാലിഡിറ്റി, അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ പോപ്പുലറായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു റീചാർജ് പ്ലാനുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കിതിൽ നിങ്ങളുടേതൊരു ജിയോ ഫോണാണെങ്കിൽ, ജിയോ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റീചാർജസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ഓഫേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 155 രൂപയുടെ റീചാർജ് ആണെങ്കിൽ പെർ ഡേ 1 GB ഉണ്ടാവും. 28 ദിവസം വാലിഡിറ്റിയും കിട്ടും. പക്ഷേ അത് ജിയോ ഫോൺ ആയിരിക്കണം. ജിയോ സിം ഉണ്ടെങ്കിൽ മാത്രം അത് കിട്ടില്ല. ജിയോ ഫോൺ ആണെങ്കിലാണ് അത് കിട്ടുന്നത്. അപ്പോൾ ജിയോ ഫോൺ ഉപഭോക്താക്കൾക്കുള്ള ഓഫേഴ്സാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ഡെയിലി ലിമിറ്റ് ഇല്ലാത്ത റീചാർജുകൾ ഇവിടെ കാണാം. പിന്നെ എല്ലാ പ്ലാൻസും ഈ ഒരു സെക്ഷനിൽ ചെന്നാൽ കാണാം. ഇത് ടോപ്പ് ആണ്. പിന്നെ ഇത് ഡാറ്റ, അഡീഷണൽ ഡാറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാറ്റയ്ക്കായിട്ട് മാത്രമുള്ള ഒരു റീചാർജാണ്. പിന്നെ ഇത് MNP റീചാർജ്, പിന്നെ ഇത് ISD റീചാർജ് ആണ്. പിന്നെ ഇൻ്റർനാഷണൽ റോമിങ്ങിനുള്ള റീചാർജാണ്. അത്തരത്തിൽ നമുക്ക് ഏത് രീതിയിലുള്ള റീചാർജും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നമ്പർ ചെയ്യാൻ പോകുന്നത് ജിയോയുടെ ഒരു 2 GB ഒരു ദിവസം കിട്ടുന്ന റീചാർജാണ്. 28 ദിവസം വാലിഡിറ്റി ഉള്ള റീചാർജാണ്. അപ്പോൾ നമുക്ക് ഏത് പ്ലാനാണോ വേണ്ടത് അത് ഇതിൽ നിന്ന് ആദ്യം സെലക്ട് ചെയ്യണം. പ്ലാൻ കണ്ടതിന് ശേഷം ആ ഒരു പ്ലാനിൽ ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് നെക്സ്റ്റ് പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് ചെല്ലും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ UPI കൊടുക്കാം. UPI എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിതിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യണം.
ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറേ ബാങ്ക്സിൻ്റെ പേര് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാങ്ക് ഏതാണോ അത് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഫോൺ പേ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഫോൺ പേയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എങ്ങനെയാണ് UPI സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾ UPI സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റാൾക്ക് പണം അയക്കാനും മറ്റാളുകളിൽ നിന്ന് പണം സ്വീകരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ ഈ റീചാർജ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ UPI വഴി നമുക്ക് റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ഫോൺ പേ വാലറ്റിൽ 190 രൂപയുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ 59 രൂപയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കാർഡ് വെച്ചിട്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതിൽ ഞാൻ ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കാർഡിൻ്റെ നമ്പേഴ്സും അതുപോലെ എക്സ്പയറി മന്തും എക്സ്പയറി ഇയറും പിന്നെ CVV ഒക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ റീചാർജ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ 190 രൂപ ഫോൺ പേ വാലറ്റിലുണ്ട്, ബാക്കി 59 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ റീചാർജിനുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള വിൻഡോയിലേക്ക് ഇതേപോലെ ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കൈവശം ഫോൺ പേ വാലറ്റിൽ എമൗണ്ട് ഒന്നും ബാലൻസ് ഇല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകും. അതായത് 249 രൂപയും ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ റീചാർജ് പ്രോസസ്സിങ്ങിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം ബാങ്ക് നമുക്കൊരു OTP ഇതേപോലെ സെൻഡ് ചെയ്യും. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആയി, റീചാർജ് സക്സസ്ഫുള്ളായി. ഇപ്പോൾ നമ്മൾ ഏത് നമ്പറിലേക്കാണോ റീചാർജ് ചെയ്തിട്ടുള്ളത് ആ ഒരു റീചാർജ് സക്സസ്ഫുള്ളായി നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോൺ പേ ഉപയോഗിച്ച് നമ്മളൊരു ഫോൺ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ടും അതുപോലെ ATM കാർഡും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ഫോൺ പേ ആപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആപ്പൊക്കെ വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ പേ ആപ്പ് ആയാലും Paytm ആപ്പ് ആയാലും ഇതേ പ്രോസസ്സിൽ തന്നെയാണ് റീചാർജ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഏത് പ്ലാൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് മൊബൈൽ റീചാർജ് ആണ്. ഇത്തരത്തിൽ നമുക്ക് DTH റീചാർജും അതുപോലെ തന്നെ മറ്റ് ബിൽ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പോസ്റ്റ് പെയ്ഡ് ഫോണാണെങ്കിൽ അതും റീചാർജ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ പലതും ഉണ്ടാവാറുണ്ട്. അതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള UPI ആപ്പുകളിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻഷുറൻസ് പേയ്മെൻറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം. പല ആപ്പുകളിലും ഇത്തരത്തിലുള്ള റീചാർജിന് നമുക്ക് റിവാർഡുകളെല്ലാം അവർ തരുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള UPI ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോൺ പേ ആപ്പിലൂടെ എങ്ങനെയാണ് മൊബൈൽ റീചാർജ് ചെയ്യുക എന്ന ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.